പുണർദത്തിൽ മുക്കാലും മിഥുനപൂർവ്വ എന്നാണല്ലോ. അപ്പോൾ മകീര നക്ഷത്രത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ 6.40 വരെയുണ്ട്. 6.40 വരെ മകീര നക്ഷത്രം മിഥുന രാശിയിലുണ്ട്. അതിനുള്ളിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ മകീരം ഞാറ്റുവേലയാണ് എന്നും, അത് കഴിഞ്ഞാണ് നിൽക്കുന്നത് എങ്കിൽ തിരുവാതിര ഞാറ്റുവേലയാണ് എന്നും മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നക്ഷത്രങ്ങൾ നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ രാശിയുടെയും അധിപന്മാരായ ഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാശിചക്രത്തിലെ നക്ഷത്ര മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് രാശിനാഥന്മാരെ കുറിച്ച് അറിയാം. രാശിചക്രത്തിൽ 12 രാശികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. ഇതിൽ ഓരോ രാശിയുടെയും ആധിപത്യം ഓരോ ഗ്രഹങ്ങൾക്കുണ്ട്. അവരാണ് ആ രാശിയുടെ നാഥന്മാർ അല്ലെങ്കിൽ അധിപന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ വീടുള്ളതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഓരോ വീടുണ്ട്. ആ വീടാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. വിശദമായി നമുക്കൊന്ന് നോക്കാം. മേടം രാശിയും വൃശ്ചികം രാശിയും ചൊവ്വയുടെ വീടാണ്. ഇടവം തുലാം രാശികൾ ശുക്രന്റെയും, മിഥുനം കന്നി രാശികൾ ബുധന്റെയും, ധനു മീനം രാശികൾ വ്യാഴത്തിന്റെയും, മകരം കുംഭം രാശികൾ ശനിയുടെയും, ചിങ്ങം സൂര്യന്റെയും, കർക്കിടകം ചന്ദ്രന്റെയും വീടാണ്. ജ്യോതിഷികൾ ഇതിനെ സ്വക്ഷേത്രം എന്നാണ് പറയുക. ക്ഷേത്രം എന്നതിന് പാർപ്പിടം അഥവാ വീട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സ്വക്ഷേത്രം എന്നാൽ സ്വന്തം വീട് എന്നാണ് അർത്ഥം. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രം, ഇങ്ങനെ പറയും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തിൽ നമുക്ക് നല്ലൊരു സമാധാനവും സുഖവും സന്തോഷവും എല്ലാം തന്നെ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ മനസ്സ് സമാധാനപൂർവ്വമായിരിക്കും. അതുപോലെ ഗ്രഹങ്ങളും അവരവരുടെ വീട്ടിലിരിക്കുന്ന സമയത്തിൽ അവരും നല്ല സന്തോഷവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങൾ നൽകേണ്ടതായിരിക്കുന്ന ശുഭഫലങ്ങളെല്ലാം തന്നെ അവർ വളരെ നല്ല രീതിയിൽ നൽകുകയും ചെയ്യുന്നു. ഇതിൽ സൂര്യൻ മുതൽ ശനി വരെയുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് മാത്രമാണ് ഗ്രഹങ്ങൾ അഥവാ വീടുകൾ ഉള്ളത്. രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ഭവനമില്ല. അവർ ഏത് ഗ്രഹത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങളെയാകും നൽകുക. സൂര്യൻ ചന്ദ്രനും മാത്രം ഓരോ വീടും, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ 2 വീടും കൊടുത്തിരിക്കുന്നതും ശ്രദ്ധിച്ചിരിക്കും, അല്ലെ? സൂര്യനും ചന്ദ്രനും ഓരോ വീടേ ഉള്ളൂ എങ്കിലും ഇരുവരും രാശിചക്രത്തിലെ 12 രാശികൾ 6 അധിപന്മാർ തന്നെയാണ്. ഈ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുള്ളത് ഒന്ന് മനസ്സിരുത്തി കണ്ടുനോക്കും. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രമാണല്ലോ. ചിങ്ങം മുതൽ എണ്ണിയാൽ മകരം വരെയുള്ളതായിരിക്കുന്ന 6 രാശികളാണ് സൂര്യന് ആധിപത്യമുള്ള രാശികളാണ്. അതിനാൽ ആ രാശികളെ സൗരരാശികൾ എന്നാണ് പറയുക. കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. കർക്കിടകം മുതൽ പിന്നീട് എണ്ണുന്ന സമയത്ത് കുംഭം വരെയുള്ളതായിരിക്കുന്ന 6 രാശികൾ ചന്ദ്രന് ആധിപത്യമുള്ള രാശികളാണ്. അതുകൊണ്ട് തന്നെ ആ രാശികളെ ചാന്ദ്രരാശികൾ എന്നാണ് പറയുക. ഗ്രഹങ്ങളില് സൂര്യനെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്, ചന്ദ്രനെ രാജ്ഞിയാണ്. അപ്പോൾ രാജാവും രാജ്ഞിയും ഈ 12 രാശിചക്രങ്ങളെയും ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. ചിങ്ങം രാശി രാജാവിന്റെ, അതായത് സൂര്യന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത കന്നിരാശി യുവരാജാവായ ബുധന്റെ ക്ഷേത്രമാണ്, സൂര്യന് ആധിപത്യമുള്ള ക്ഷേത്രം. അതിനടുത്ത തുലാം രാശി ഗജനാവ് സൂക്ഷിക്കുന്ന ശുക്രന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത വൃശ്ചികം രാശി പടത്തലവനായ സേനാനായകനായ ചൊവ്വയുടെ ക്ഷേത്രം. അതിനടുത്ത ധനുരാശി മന്ത്രി ക്ഷേത്രമാണ്. അതിനടുത്ത മകരം രാശി ദാസന്മാർ അല്ലെങ്കിൽ പ്രജകളായ ശനിയുടെ ക്ഷേത്രം. ഇങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമാക്കുന്ന സകലതും ഇതിൽ ഉൾപ്പെട്ടു എന്ന് വരുന്നു. ഇനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ക്രമമായും ഇതുപോലെ തന്നെ ചിന്തിക്കാം. രാജ്ഞിയായ ചന്ദ്രന്റെ ക്ഷേത്രം കർക്കിടകമാണ്. യുവരാജാവായ ബുധന്റെ ക്ഷേത്രം മിഥുനമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ശുക്രന്റെ ക്ഷേത്രമായ ഇടവമാണ് അടുത്തതായി വരുന്നത്. അതിനടുത്ത മേടം രാശി പടത്തലവനായിരിക്കുന്ന ചൊവ്വയുടെ ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത മീനം രാശി മന്ത്രിയായ വ്യാഴത്തിന്റെ ക്ഷേത്രം. അതിനടുത്ത കുംഭം രാശി
പ്രജകളായ ശനിയുടെയും ക്ഷേത്രം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രം ഹൃദിസ്ഥമാക്കി വെക്കണം. ഇത് വളരെയധികം പ്രധാനമാണ്. കാരണം ഓരോ ഗ്രഹങ്ങളും അവരവർക്ക് സ്വന്തമായ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ ശുഭഫലങ്ങളെയും അവരുടെ ശത്രുക്കളുടെ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ അശുഭഫലങ്ങളെയും പ്രദാനം ചെയ്യും. ഗ്രഹങ്ങൾക്കും ശത്രുക്കളും എന്നല്ലേ ചിന്തിക്കുന്നത്? ഉണ്ട്. ഗ്രഹങ്ങൾക്കും നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ശത്രുമിത്ര ഭേദങ്ങളുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടി മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സില് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഈ പറയുന്നതില് എന്തെങ്കിലും മനസ്സിലാകാത്തതായി ഉണ്ടെങ്കിൽ ചുവടെ കമന്റായി രേഖപ്പെടുത്തിക്കോളും. മറുപടി നൽകുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രത്തിൽ അഥവാ സ്വന്തം വീട്ടിൽ പകുതി ബലവും മൂലത്രികോണ രാശിയിൽ മുക്കാൽ ബലവും ഉണ്ടായിരിക്കും. സ്വക്ഷേത്രം ഗ്രഹങ്ങളുടെ വീടാണ് എങ്കിൽ മൂലത്രികോണം തറവാടാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ബലം ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രത്തിൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയും മൂലക്ഷേത്രമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യന് സിംഹം രാശിയാണ് മൂലക്ഷേത്രം. ചന്ദ്രന് ഇടവവും, ബുധന് കന്നിയും, വ്യാഴത്തിന് ധനുവും, ശുക്രന് തുലാം രാശിയും, ശനിക്ക് കുംഭം രാശിയും മൂലക്ഷേത്രമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രാശിചക്രത്തിൽ എഴുതി കാണിക്കാം. ഇതില് സൂര്യന് സിംഹം രാശി മൂലക്ഷേത്രം എന്ന് പറഞ്ഞുവെങ്കിലും സിംഹം രാശി മുഴുവനും സൂര്യന് മൂലക്ഷേത്രമല്ല. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ചില ഭാഗങ്ങൾ വരെയാണ് ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രാവകാശം ഉള്ളത്. നമുക്കൊന്ന് വിശദമായി നോക്കാം. സൂര്യന് സിംഹം രാശിയിൽ 20 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രാവകാശം ഉള്ളത്. ചന്ദ്രന് ഇടവം രാശിയിൽ ആദ്യത്തെ 3 ഡിഗ്രിക്ക് ശേഷം 30 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 27 ഡിഗ്രിയും മൂലക്ഷേത്രമാണ്. ചൊവ്വയ്ക്ക് മേടം രാശിയിൽ ആദ്യത്തെ 12 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രം. ബുധന് കന്യരാശിയിൽ 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 5 ഡിഗ്രി ഭാഗമാണ് മൂലക്ഷേത്രം. വ്യാഴത്തിന് ധനുരാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ, ശുക്രന് തുലാം രാശിയിൽ ആദ്യത്തെ 5 ഡിഗ്രി വരെ, ശനിക്ക് കുംഭം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രി വരെയും മൂലക്ഷേത്രമാണ്. അങ്ങനെ വരുമ്പോൾ സൂര്യൻ സിംഹം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രിക്കുള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ സൂര്യൻ തന്റെ മൂലത്രികോണ രാശിയിലാണ് എന്ന് മനസ്സിലാക്കണം. ആ സൂര്യന് 75% ബലമുണ്ട് എന്നും മനസ്സിലാക്കാം. ഇപ്രകാരം ബലവാനായ സൂര്യൻ തന്റെ ഗുണങ്ങളെ മുഴുവൻ അതിനനുസരിച്ച് ജാതകന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് ചിന്തിക്കണം. ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് എത്ര ഡിഗ്രി ഉണ്ട് എന്നും മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു മുൻപിലായിട്ട് എന്താണ് ഉച്ചം, എന്താണ് നീചം എന്ന് അറിയേണ്ടതല്ല. ഉച്ചം എന്നാൽ ഉയർന്ന അവസ്ഥ, മേന്മ എന്നെല്ലാമാണ് അർത്ഥം. ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിലെ ഈ 12 രാശികളിൽ ചില ഭാഗത്ത് ഉയർന്ന അവസ്ഥ അഥവാ